ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ബറാത്ത് രാവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മധുരമുള്ള എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണം എന്നാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പൂവടയാണ്. എൻ്റെ വീട്ടിലൊക്കെ ചക്കരച്ചോറ് കേട്ടോ, അതെനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ പൂവട ഉണ്ടാക്കുന്നത്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതേ പൂവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങ വേണം. ഞാൻ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയിട്ടുണ്ട്. പിന്നെ ശർക്കര നല്ല ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ഞങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തതാണ്. എത്രയെന്ന് അളവ് നോക്കിയ ഒരു കപ്പ് ഉണ്ടാവും, അത്ര ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ചൂടുവെള്ളം വേണം. അതേ തിളച്ച വെള്ളം വേണം. തിളച്ച വെള്ളം വേണം. അപ്പം നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉപ്പ് വെള്ളമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ പൊടിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ല ആ രീതിയിൽ. എനിക്ക് പത്തിരിക്ക് വാട്ടുന്ന രീതിയിൽ അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് ആ രീതി എനിക്കറിയുള്ളൂ കേട്ടോ. ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അറിയുള്ളൂ. ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട്, നല്ല ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും നമുക്ക് കൈ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സ്പൂണിൻ്റെ തവി ഇങ്ങനെ പുറകെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലോണം കുഴച്ചെടുക്കണം കൈ കൊണ്ട്. അപ്പോൾ ചൂടൊന്ന് പോട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും ശർക്കരയും ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അല്ലാതെയും ചെയ്യാം, കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അത് മിക്സ് ചെയ്യാണ് കേട്ടോ. അതേ ശർക്കരയും തേങ്ങയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂട് പോയിട്ടുണ്ട് നോക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു മാവാക്കി എടുക്കാം. അതേ നമ്മുടെ മാവ് ഞാൻ കുഴച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇതേ സോഫ്റ്റ് ഉണ്ടോ? ഇങ്ങനെ ആവണം. നല്ല ചൂടിൽ കുഴച്ചതുകൊണ്ട് തന്നെ എൻ്റെ കൈ കണ്ടോ ചുമന്നിരിക്കുന്നത്, ഭയങ്കര ചൂട്. അതെങ്ങനെ ഇനി പൂവട ആക്കിങ്ങാണ്ട് എടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇക്കാനെ വിളിക്കട്ടെ എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട്. കാരണം കൈ കൊണ്ട് രണ്ട് കൈ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അതെ നമുക്ക് പൂവട മാവ് എടുത്തിട്ട് പിന്നെ ഇത് ഫില്ല് ചെയ്യണം അതിനകത്ത് വെച്ചിട്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഇത്ര മാവ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ എന്താവോ എന്താ, ഞാൻ പുറത്തുനിന്ന് പിള്ളേർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തേനെ. ഇതിപ്പം ഇതിട്ട് ശരിയാകത്തുമില്ല. പിള്ളേർ റിസ്ക് എടുക്കണം. ശരിയാവും കേട്ടോ. ഇങ്ങനെ മാവ് ഇങ്ങനെ ആക്കുക ഒരു പൂ പോലെ കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കരയും തേങ്ങയും ഇതിൽ വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്യണേ. ഇതേ ഇങ്ങനെ അടക്കും കേട്ടോ. കണ്ട, നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ? നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ? ഇത് കണ്ട, ഇങ്ങനെ പൂവാക്കി ഇങ്ങനെ എടുക്കണം. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതാണ് പൂ. ഇതാണ് പൂവട. ഞങ്ങൾ ചെറുപ്പത്തിൽ എന്താ പറഞ്ഞറിയാം, ഞങ്ങളുടെ നാട്ടിൽ പുകട. ഇതെന്ത് പൂവാണ്? ഇതാണ് പൂവട. ഇതെന്ത് പൂവാണ്? എന്തിന്റെ പൂവാണ്? ചുമ്മാ വായത്തുന്ന പേര് വിട്ടിട്ട് സൈക്കിൾ ചെയിൻ എന്ന് പറയും. സൈക്കിൾ ചെയിൻ. ഇതാണ് പൂവട കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇത് പൂവട എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പൂവട ഉണ്ടാക്കുന്നത്. ഇത് സൈക്കിൾ ചെയിന്റെ ഫ്രീ വീല് പോലെ ഇല്ലേ? ഇല്ല കേട്ടോ, പോയിക്കാ. ഇതാണ് കേട്ടോ പൂവട. ആയിക്കോട്ടെ, ഞാൻ പൂവട. അപ്പോൾ അതേ പൂവട ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇത്ര മതി. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇഡലിച്ചെമ്പിൽ പിന്നെ ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ ഇഡലിച്ചെമ്പിൻ്റെ ഇതുണ്ടല്ലോ, ഈ തട്ടിൽ ഓരോന്ന് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എത്രണ്ണം കൊള്ളുമോ നോക്കാം, അതിനനുസരിച്ചിട്ട് വെക്കുക. 4 എണ്ണം കൊള്ളുള്ളൂ. അപ്പം ഞാൻ ഈ 4 എണ്ണം ആദ്യം വേവിച്ച് മാറ്റുകയാണേ. ഇങ്ങനെ തിക്കി എല്ലായിടത്തും ഇങ്ങനെ വെക്കുന്നില്ല. ഇത്രയും ഞാൻ ആദ്യം വേവിച്ചെടുക്കട്ടെ. ഇഡലിച്ചെമ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വന്നാൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
നല്ലപോലെ ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മുടെ മാവൊന്ന് വെന്തതാണ്, നല്ല തിളച്ച വെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചെടുത്തത്. പിന്നെ ഇനി കുറച്ചും കൂടെ ബാക്കി നമ്മൾ ആവി കയറ്റിയെടുക്കും. തിളച്ചപ്പോൾ ഞാൻ നമ്മുടെ പൂവട ഈ തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് വരട്ടെ, നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. തുറന്ന് നോക്കട്ടെ. ഓ ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ എല്ലാം. ഇനി നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ വേവിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പൂവടയും കൂടി വേവിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, നല്ല ആവി പറക്കുന്ന പൂവടയാണ്. അപ്പോൾ ദേ പിന്നെ എന്താ പറയുക, നല്ല പൊട്ടാതെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂവട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി അതിൽ ഞാൻ വേവിച്ചപ്പോൾ അത് എൻ്റെ നീരുണ്ടായിരുന്നല്ലോ, ശർക്കരയുടെ അതൊന്ന് നീരായി വന്നപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടോ മേളിൽ കൂടെ. പൊട്ടിയിട്ടൊന്നുമില്ല. അതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പൂവട. ഇതേ നമ്മളിതൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ കണ്ടോ, പൊട്ടിച്ചെടുത്താൽ അതേ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കൾ ഇത് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക, മതി മച്ചി വീഡിയോ എടുത്ത് താന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.